ഇപ്പം ബാത്റൂമിലേക്ക് പത്രം കൊണ്ടുപോവുക, ബാത്റൂമിലേക്ക് എന്തിനു പറയാ മൊബൈൽ കൊണ്ടുപോവുക, അങ്ങനത്തെ പരിപാടി ഉള്ളവന് ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഒന്നുണ്ടാവില്ല, അവന് ക്വാളിറ്റി ഉണ്ടാവില്ല. ഈ മോട്ടിവേഷൻ ഓളികൾ മനുഷ്യനെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കല്ല. കക്കൂസ് വില ഇവരെത്തി, എടാ ഒന്ന് സ്വൈര്യമായിട്ട് ആരെങ്കിലും സമ്മതിച്ചൂടെ എന്ന് അങ്ങനെ രാവിലെ ബാത്റൂമിൽ പോകുമ്പോൾ തന്നെ ഓനോന്റെ മൈൻഡിനെ പ്രാക്ടീസ് ചെയ്താണ് മോനെ എടുക്കുന്ന പണിയിൽ ശ്രദ്ധിക്കരുത്, അപ്പൊ ഫോണിൽ കളിക്കണമെന്ന്. അപ്പൊ ഓൻ പറഞ്ഞ് ഞാൻ പല ജാതി ട്രെയിനിങ്ങും കണ്ടിട്ടുണ്ട്, പക്ഷെ തൂറാൻ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ ഓൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ എപ്പോ കണ്ടാലും കെട്ടിപ്പിടിക്കും, ആരോടും പറയും എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഡോക്ടറാണ്. ഡോക്ടറെ, എന്റെ ഒരു സുഹൃത്തുണ്ട്, എന്റെ കൂടെ ചെറുപ്പം മുതലേ ഉള്ള ആളാണ്, വർക്ക് ചെയ്യാണ്, ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആണ്. അപ്പോ അവനൊരു ശീലമുണ്ട്, ഈ ബാത്റൂമിൽ പോകുമ്പോ അധികവും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അവന്റെ കുറെ വർക്കും കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യമൊക്കെ. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ വർക്കൊക്കെ അവന് പെൻഡിങ് ആയി കിടക്കുന്നതൊക്കെ ഫിനിഷ് ചെയ്യുന്നത് ആ ഒരു സമയത്താണ്, സമാധാനമായിട്ട് ചെയ്യാണെന്നുള്ളതൊക്കെയാണ് അവന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് എന്താണ് നിങ്ങളെ ഇതിനോടനുബന്ധിച്ചിട്ട് നിങ്ങളെ ഒരു അഭിപ്രായം എന്താണ്? നിങ്ങളൊരു ഇതിപ്പോ തന്നെ ഒരാളൊന്നല്ല, ഇപ്പൊ നമ്മള് 10 ആളെടുത്താൽ എത്ര ആളെടുക്കണ്ടാവും ഈ പണി? 9 ആളെടുക്കുന്ന പണിയാണത്. പക്ഷെ അത് ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാ. ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ട് വിഷയം പറയാം. ഒരിക്കൽ കൗൺസിലിങ്ങിന് ഒരു ഫാമിലി വന്ന്, അപ്പം ഫാമിലി ഭാര്യയ്ക്ക് നല്ല ഡിപ്രഷൻ ഉണ്ട്, ഭർത്താവായിട്ട് ചെറിയ പിണക്കമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അവൾ ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഭാര്യന്റെ മൂഡൊന്ന് സെറ്റാക്കാൻ വേണ്ടി അവളൊന്ന് ആ ഒരു എനർജി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭർത്താവ് കൊണ്ടുവന്നത്. അപ്പൊ ഞാന് ഭർത്താവിന് പ്രശ്നങ്ങളൊന്നും കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഓളായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു. അപ്പോൾ ഓള് പറഞ്ഞെന്ന് വെച്ചാല് ഒരു പ്രധാന വിഷയത്തിലേക്ക് അവള് കണ്ണു തുറന്ന്, അതായത് ഇദ്ദേഹം ഒരു IT ഫീൽഡില് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ വർക്ക്, ഫുള്ള് കമ്പ്യൂട്ടർ ഫോണ് കമ്പ്യൂട്ടർ അങ്ങനെ ഒരു വർക്ക് നാച്ചറാണ്. അപ്പൊ ബേസിക്കലി നമ്മളില്ല ഗാഡ്ജറ്റ്സ് അഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ, അയാളുടെ ലൈഫ് തന്നെ ഫുൾ എന്താണ്, 1 സ്ക്രീൻ ടു അനദർ സ്ക്രീൻ കൈൻഡ് ഓഫ് സ്വഭാവമാണ്. അങ്ങനെ ഇദ്ദേഹം ഫാമിലി ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നമ്മൾ പറയില്ല ഇറക്ഷൻ കിട്ടാതാവുക എന്നൊക്കെ പറഞ്ഞല്ലേ, അങ്ങനത്തെ ഒരു വിഷയം വന്നു. അപ്പം ഭാര്യയിലേക്ക് ഇതെങ്ങനെ ഒരു പ്രശ്നമായി വന്നു എങ്ങനെയെന്ന് വെച്ചാല്, അപ്പം ഭാര്യയായിട്ട് ഇറക്ഷൻ കിട്ടാനാകുമ്പോൾ ഇയാള് ഈ മറ്റേ ബാഡ് മൂവീസ് ഇല്ലേ, ഈ ആവശ്യമില്ലാത്ത മൂവീസ് വാച്ച് ചെയ്യുമ്പോൾ ഇയാൾക്ക് മൂഡ് കിട്ടും. അപ്പൊ അത് അദ്ദേഹം പിന്നീട് ആ ഒരു വികാരത്തെയാണ് പിന്നെ അവിടെ ഉപയോഗപ്പെടുത്തുന്നത്, ഭാര്യയിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഭാര്യ ഇങ്ങനെ ആലോചിക്കാണ്, ഞാനിപ്പം ആരായി, എന്റെ റോൾ എന്താ? അതായത് എന്റെ ഭർത്താവിന് ഇറക്ഷൻ കിട്ടണമെങ്കിൽ അയാൾ മറ്റു മൂവികൾ കാണണം, എന്നിട്ട് ആ വികാരമാണ് ആരെ മേത്ത് തീർക്കണത്, എന്റെ മേല് തീർക്കുന്നത്. അപ്പൊ അവളുടെ ആ ഒരു അസ്തിത്വവും വ്യക്തിത്വവും സ്ത്രീത്വവും ഒക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. അതാണ് അവരെ ശരിക്കും ഒരു സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് ലോ ഉണ്ടായ കാരണം. അപ്പൊ ഞാൻ ഇയാളൊന്നും കൂടി പഠിക്കാൻ തീരുമാനിച്ചു, എന്താണ് ഇയാളെ വിഷയം. അമ്മ അയാളോട് പറഞ്ഞു, നിങ്ങളെ ലൈഫിന്റെ ഒരു റുട്ടീന് പറഞ്ഞുതരും, എന്താണ് നിങ്ങളെ പരിപാടി. അതിന് നിങ്ങൾക്ക് കിട്ടിയൊരു സാധനമാണിത്. മൂപ്പര് രാവിലെ എണീച്ചിട്ട് ആദ്യം തന്നെ മൊബൈലും കൊണ്ട് അങ്ങോട്ട് പോകും, ബാത്റൂം പോകും, എന്നിട്ട് കുറെ നേരം അവിടെ ഇരുന്നിട്ട് അന്നത്തെ കാര്യങ്ങൾ ഒരു പണിയില്ലെങ്കിൽ മൂപ്പര് ഇന്ന് റീല് കാണും, അതല്ലെങ്കിൽ മൂപ്പര് ഇരുന്നിട്ട് വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിലൊക്കെ അതിൽ ചെയ്യും. അപ്പൊ ബാത്റൂമിൽ പോയാൽ 1 മണിക്കൂർ 2 മണിക്കൂർ എൻഗേജ്ഡ് ആണ്. ഈ വിഷയത്തെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അപ്പൊ അതിന്റെ താഴെ 2 രസകരമായ കമന്റിക്ക് ഒന്ന് ഈ മോട്ടിവേഷൻ ഓളികൾ മനുഷ്യനെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കല്ല, കക്കൂസ് വില ഇവരെത്തി, കക്കൂസ് വരെ ഇവരെത്തിയടാ. മനുഷ്യൻ ആകെ ഒരു സമാധാനമായിട്ട് ഇരിക്കുന്ന സ്ഥലം അവിടെയാണ്, ഇവിടെയും ഈ ഇരിക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വേറെ കമന്റ് എടുത്താൽ, എടാ ഒന്ന് സ്വൈര്യമായിട്ട് ആരെങ്കിലും സമ്മതിച്ചൂടെ എന്ന്. അങ്ങനെ ആളുകളുടെ അവരുടെ സ്വകാര്യതയിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇടപെടുന്ന പോലെയാണ് എന്ത് ചെയ്തത് അവര് സംസാരിച്ചത്. ബേസിക്കലി ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ വെച്ചാല് അതിന് 2 കാര്യങ്ങളാണ്, എസ്പെഷ്യലി സൈക്കോളജി ആൻഡ് സയൻസ് രണ്ടും ഉണ്ടായില്. അതായത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായില്, ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ആദ്യം ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് പറയാം, എന്നിട്ട് ഞാൻ ഈ കേസിലേക്ക് തിരിച്ചു വരാം, ഈ കേസ് എങ്ങനെ ഞാൻ സോൾവ് ചെയ്തെന്നുള്ളത്. അതിന് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ എന്താന്ന് വെച്ചാല്, ബേസിക്കലി നമ്മുടെ ബോഡിയിൽ 2 സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം. അതിലൊന്ന് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ്. അതിലാണ് നമ്മൾ ആക്റ്റീവായി നിൽക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും അടികൂടുന്നതും ഓടുന്നതും അങ്ങനെ ഉണ്ടല്ലോ. വൈബ്രന്റ് എനർജി ആവശ്യമുള്ള, സ്ട്രോങ് എനർജി ആവശ്യമുള്ള എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി സിമ്പതറ്റിക് സിസ്റ്റം വെച്ചിട്ടാണ്. നേരെ മറിച്ച് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സിസ്റ്റമാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. അത് ഒന്ന് ഓണാകുമ്പോൾ മറ്റേ ഓഫ് ആകുന്ന ടൈപ്പ് പരിപാടിയാണിത്. പാരാസിമ്പതറ്റിക് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കാൻ മുട്ടും, നമുക്ക് ബാത്റൂം പോകാൻ മുട്ടും, നമ്മൾ ഇപ്പം ഉറക്കം വരും, ക്ഷീണം വരും, അതല്ലെങ്കിൽ റെസ്റ്റ്, റിലാക്സ്, അങ്ങനത്തെ
സോഫ്റ്റ് പരിപാടികളൊക്കെ ഈവൻ ഇറക്ഷൻ വരെ എന്തുമല്ല വരുന്നതാണ് ഈ പാരാസിമ്പത്തിക് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പം ടോട്ടൽ റിലാക്സേഷൻ മോഡുകളിൽ നടക്കുന്ന എല്ലാ പരിപാടികളും പാരാസിമ്പത്ത്. ഇത് ഒരു സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ മറ്റേ സിസ്റ്റം ഒന്ന് ഉറങ്ങിക്കൊടുക്കും, മറ്റേ സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ ഈ സിസ്റ്റം ഒന്ന് ഉറങ്ങിക്കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പട്ടി പിന്നാലെ കൂടിയാൽ ഏത് സിസ്റ്റം ആക്റ്റീവ്? സിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. കാരണം എനർജി അല്ലേ വേണ്ടേ, ഓടല്ലേ വേണ്ടിയേ. അപ്പൊ നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടൂല, അപ്പൊ നമുക്ക് ബാത്റൂം പോകാൻ മുട്ടൂല. കാരണം പട്ടിനെ പേടിച്ച് ഓടുന്നല്ലേ, ഓടിക്കഴിഞ്ഞ് പുരയിലെത്തിയാൽ എന്താവും? മൂത്രം ഒഴിക്കാനും മുട്ടും, ബാത്റൂം പോകാനും മുട്ടും. ആ സയൻസ് മനസ്സിലായോ? ഇനിയാണ് നമ്മൾ ബാത്റൂമിൽ പോകുന്നത്. ബാത്റൂം പോകുമ്പോൾ ശരിക്കും റിലാക്സ് മോഡ് ആണല്ലോ ആക്ടിവേറ്റ് ആണ്ടത്, എന്നാലല്ലേ ഇത് സാധനം വരുള്ളൂ. നമ്മളെ ഈ യൂറിൻ അല്ലെങ്കിൽ സ്റ്റൂള് പാസ് ചെയ്യുന്ന അതിന്റെ ദ്വാരങ്ങളൊക്കെ സ്ഫിങ്ഡറുകളൊക്കെ ഓപ്പൺ ആവണമെങ്കിൽ റിലാക്സ് മോഡിലേക്ക് വരണം. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് ഫോൺ കാണുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മൾ വീണ്ടും എനർജറ്റിക് അല്ലെങ്കിൽ ആക്റ്റീവ് ആവുകയാണ് നമ്മുടെ ബ്രെയിന്. അപ്പൊ നമ്മൾ ആക്റ്റീവ് എനർജിയിൽ ചിന്തിക്കുക, പ്രവർത്തിക്കുക, വായിക്കുക, കണക്ക് കൂട്ടുക, പ്ലാൻ ചെയ്യുക, അങ്ങനെ ഉണ്ടല്ലോ, ഗോൾ സെറ്റ് ചെയ്യുക, ഇതൊക്കെ ആടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണോ വന്നത് ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല, നമ്മൾ മറന്നു പോകും. നമ്മളവിടെ ഇരുന്നിട്ട് നമ്മളെ ശ്രദ്ധ വേറെ സ്ഥലത്താണല്ലോ. അപ്പൊ നമ്മൾ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കക്കൂസിലിരുന്നപ്പോൾ ആരും ഉറങ്ങൂലല്ലോ. അപ്പൊ ഇത് മൊബൈലിൽ നോക്കുമ്പോൾ ഉറങ്ങൂലല്ലോ. അപ്പൊ ആക്റ്റീവ് മോഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു റിലാക്സേഷൻ മോഡ് ഓഫാണ്. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഇരുന്നിട്ട് ഒരു ഭാഗത്ത് നമ്മൾ മൊബൈൽ കാണുന്നു, ആക്റ്റീവാണ്, മറ്റേ ഭാഗത്ത് നമ്മളിത് ഇറക്കാൻ നോക്കുന്നു എന്ന് മുക്കും. പക്ഷെ അവിടെ സംഗതി ക്ലോസ്ഡ് ആണ്. ഏത് ഈ പുറത്തേക്ക് സാധനം വരുന്ന വാൾവുകളൊക്കെ സ്ഫിങ്ക്റ്റർ എന്ന് പറയും, അത് ഓപ്പൺ ആണ്. കാരണം നമ്മൾ ആക്റ്റീവ് മോഡിലായതുകൊണ്ട് ആ ഓപ്പൺ ആയ വാൾവ് വെച്ചിട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞ് മുക്കുന്നത്. അത് സംഗതി മറ്റേ പൈൽസായി ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഹിമറോയിഡായി ഇങ്ങോട്ട് പുറത്തു വരാന്നല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇത് പുറത്തു വരാന്നല്ലാതെ സാധനം പുറത്തു വരില്ല. അപ്പൊ ബേസിക്കലി അത് ഒരു സിവിയർ ഇഷ്യൂ ആണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മനുഷ്യന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഭക്ഷണം കഴിക്കാൻ ബാത്റൂം പോവുക, അതൊരു സൈക്കിളാണല്ലോ, ബവൽ മൂവ്മെന്റ്. അതിങ്ങോട്ട് റെഡി ആയില്ല പിന്നെ മനുഷ്യനെന്തിനാ പറ്റുക? അവിടെയാണ് ക്രോണിക് ഇൻഫ്ലമേഷൻസ് ഒക്കെ വരിക. കൊളോണിന് കണ്ടിട്ടുണ്ടാവും കുറെ ആളുകളിൽ ലോങ് ടൈം, അതായത് ഇതിങ്ങനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ബവൽ മൂവ്മെന്റ് കറക്റ്റായിട്ട് നടക്കാത്ത ആളുകളിൽ സ്വാഭാവികമായിട്ട് ഒരു ഇൻഫ്ലമേഷൻ വരും കൊളോൺ ഇൻഫ്ലമേഷൻ. ആ ഇൻഫ്ലമേഷൻ ഒരു പക്ഷേ ഭാവിയിൽ ക്യാൻസർ വരെയായി കൺവേർട്ട് ആവും. അത് ഈ ഒരു ആവശ്യമില്ലാത്ത മുക്കലും അല്ലെങ്കിൽ ഈ ശ്രദ്ധിക്കാതെയുള്ള ബാത്റൂം പോക്കും പിന്നീട് ഹീമറോയിഡ്സിലേക്ക് അല്ലെങ്കിൽ പൈൽസ് പോലുള്ള അസുഖങ്ങളിലേക്ക് മാറാം. ബേസിക്കലി അവിടെ ഒരു ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂ അവിടെ ഉണ്ട്. ഈ ബാത്റൂമിലിരുന്ന് ആക്റ്റീവ് പണിയെടുക്കുന്നതുകൊണ്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ നമ്മളോട് വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം എന്നാണ്. മൈൻഡ്ഫുൾ, അതായത് സലാമെ നീ ഇവിടെ ബാത്റൂം പോകാൻ വന്നതാണ്, അവിടെ ഇരുന്നു, നമ്മളൊന്ന് ജസ്റ്റ് ആയിട്ട് ഒന്ന് ഏതായാലും ശ്വാസം അയക്കുമല്ലോ ബാത്റൂം അല്ല. അപ്പൊ നമ്മൾ ശ്വാസം പിടിച്ച് മൂക്കിൽ പഞ്ഞു വെച്ചൊന്നുമല്ലോ ബാത്റൂമിൽ ഇരിക്കുന്നത്. ആദ്യ രസമാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞേ എടാ ദീർഘാശ്വാസം എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഡീപ് ബ്രീത്ത് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കക്കൂസ്, മണക്കൂലെന്ന്. കക്കൂസ് നമ്മൾ ഏതായാലും ശ്വാസം അയക്കണ്ടല്ലോ, മൂക്കിൽ പഞ്ഞു വെച്ചാലും ഇരിക്കണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ എടുക്കുന്ന ശ്വാസം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് മെല്ലെ ഒന്ന് ബിയറിംഗ് ഡൗൺ എഫേർട്ട്, ഒരു മുക്കൽ എന്ന് പറയല്ലേ, ചെറിയൊരു മുക്കൽ, കോൺസെൻട്രേഷൻ ഫുള്ള് ബാത്റൂമിൽ, ഒരു ഡീപ്പർ ബ്രീത്ത്, സ്മൂത്ത് ആയിട്ട് എന്താവും സാധനം പോവും. ഒന്നും കൂടി പിടിച്ചാൽ എന്താവും? അതായത് ബാത്റൂമിൽ കയറിയാൽ 1/2 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ട് എന്താക്കാം, പണിയും കഴിച്ച് പുറത്തു പോരാ. മറ്റത് 1 മണിക്കൂർ ഇരുന്നാലും സാധനം എന്താവില്ല, തിരിച്ചു വരില്ല, വയറിന് വേറെ അസുഖങ്ങൾ വരികയും ചെയ്യും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അതിൻ്റെ ഒരു ഹെൽത്ത് എലമെന്റ്. ഇനി ഇതിൽ വേറൊരു സൈക്കോളജിക്കൽ എലമെന്റ് ഉണ്ട്. അതായത് മനുഷ്യന് മൈൻഡ്ഫുൾനെസ് വേണം എല്ലാ കാര്യങ്ങളും അയാൾ എടുക്കുന്ന പണി വൃത്തിയാവണമെങ്കിൽ. ഇത് രാവിലെ തന്നെ എടുക്കുന്ന പണിയാണ് ഈ ബാത്റൂം പോക്ക്. അതിൽ മൈൻഡ്ഫുൾനെസ് ഇല്ല. ഓൻ പ്രാക്ടീസ് ചെയ്യുന്നതിനെ ശ്രദ്ധയില്ലാതെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാ. ഇനി അവൻ ജോലിക്ക് പോയാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അവന് ഭാര്യനെ സമീപിച്ചാൽ അവന് ഭാര്യയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അവന് ഡ്രൈവ് ചെയ്താൽ അവന് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അവന് പല്ല് വെച്ചാൽ പല്ലിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെ അവൻ ചെയ്യുന്ന ഒരു പണിയിലും അവന് ശ്രദ്ധിക്കാൻ പറ്റില്ല. വണ്ടി ആക്സിഡന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മറ്റോന് ഇറക്ഷന്റെ ഇഷ്യൂ വന്നത്. ഏത് ഇഷ്യൂ? അവന് മൈൻഡ്ഫുൾനെസ് ഇല്ല. രാവിലെ തന്നെ അവൻ പ്രാക്ടീസ് ചെയ്യുന്ന എന്താണ്, എടുക്കുന്ന പണിയിൽ മൈൻഡ് ഇല്ലാത്ത പരിപാടിയാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞടാ, എന്റെ അടിസ്ഥാന പ്രശ്നം ഈ ബാത്റൂമിൽ ഫോൺ കൊണ്ടുവന്നുകൊണ്ട്. അപ്പൊ അവനോട് ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഇനി ചാവി മറന്നക്കല്ലേ, പേഴ്സ് മറന്നക്കല്ലേ, വണ്ടി കൊണ്ടേ ഇടിക്കലില്ലേ, വണ്ടി പാർക്ക് ചെയ്ത എവിടെയെന്ന് ഓർമ്മയില്ലാതെക്കലില്ലേ, കുട്ടികളെ മാളിൽ വെച്ച് മറക്കലില്ലേ, പെണ്ണുങ്ങളെ മറക്കലില്ലേ, അങ്ങനെ കുറെ ക്രെഡിറ്റ് കാർഡ് മറന്നു പോലില്ലേ, ഏടെ സാധനങ്ങൾ വെച്ചെന്ന് ഓർമ്മ ഇല്ലാതെ ഒക്കെ അവനുണ്ട്. അപ്പം ഒരു മൈൻഡ്ഫുൾ ശ്രദ്ധയില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും അത് എവിടുന്ന് കിട്ടുന്നതാണ്? ഈ പ്രശ്നം ആയിരുന്നു തുടങ്ങിയ
ആ രാവിലെ ബാത്റൂമിൽ പോകുമ്പോൾ തന്നെ ഓനോന്റെ മൈൻഡിനെ പ്രാക്ടീസ് ചെയ്താണ് മോനെ എടുക്കുന്ന പണിയിൽ ശ്രദ്ധിക്കരുത്, അപ്പൊ ഫോണിൽ കളിക്കണമെന്ന്. അപ്പം ബാത്റൂമിലേക്ക് പത്രം കൊണ്ടുപോവുക, ബാത്റൂമിലേക്ക് എന്തിനു പറയാ മൊബൈൽ കൊണ്ടുപോവുക, അങ്ങനത്തെ പരിപാടി ഉള്ളവന് ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഒന്നുണ്ടാവില്ല, അവന് ക്വാളിറ്റി ഉണ്ടാവില്ല. എന്തുകൊണ്ട് വെച്ചാല് ഓൻ കണക്കൂട്ടിയ കണക്ക് തെറ്റേക്കാരൻ കഴിയില്ല. അവൻ ഫാമിലിന്റെ കൂടെ കടന്നുറങ്ങാൻ നിന്ന് അവന് പ്രശ്നമാണ്. ആ പ്രശ്നമല്ല ഇപ്പൊ അവിടെ വന്നതേ. പിന്നെ അവന് ഡിജിറ്റൽ ഡിവൈസ് എടുത്തിട്ട് വേറെ നോക്കണം. അങ്ങനെ എന്ത് ചെയ്താലും ഒരു പ്രൊജക്റ്റോ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അത് ശരിയാവില്ല, അവൻ ഡ്രോയിങ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് ശരിയാവില്ല. അവൻ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യവും വൃത്തിയാവാത്ത ഒരു സാഹചര്യം വരും. അപ്പൊ അതിന് സൊല്യൂഷൻ ആയിട്ട് ഞാൻ അവനോട് പറഞ്ഞേ, ഈ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബാത്റൂമിൽ മൊബൈൽ കൊണ്ടുവന്ന് നിർത്താം. ആ ഹാബിറ്റ് പേഴ്സണൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സക്സസ് ആകാൻ കഴിയില്ല. അതായത് പേഴ്സണൽ ഡിസിപ്ലിൻ ഇൻ ദ സെൻസ് അവൻ എടുക്കുന്ന പണിയിൽ ശ്രദ്ധിക്കണം. അപ്പോഴല്ലേ ഇപ്പം മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ മുമ്പത്തെ വണ്ടിനെ കുത്താതെ ഓൺ ബ്രേക്ക് അർജന്റ് ഇടും. അപ്പൊ പെട്ടെന്ന് ബ്രേക്ക് ഇടണം എന്ത് വേണം, അത് കാണണം. അതാണല്ലോ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. വളരെ മൈന്യൂട്ടായിട്ട് ആളുകൾ കരുതുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ജീവിതത്തിൽ. ചെറിയ ലൈഫ് എപ്പോഴും ചെറിയ സംഭവങ്ങൾ തന്നെ. ഇപ്പൊ ഒന്നും വേണ്ട, ഇതിന്റെ ചികിത്സ ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ പ്രശ്നം ഉണ്ടല്ലോ, ഇറക്ഷന്റെ പ്രശ്നം, അത് സോൾവ് ആവണമെങ്കിൽ അവൻ ആദ്യം മൊബൈലിൽ ഇവിടെ കൊണ്ടുപോകണം നിർത്തണം. അവിടെ കൊണ്ടുപോകണം കാക്കൂസ് കൊണ്ടുപോകണം നിർത്തണം. പണ്ടൊക്കെ പത്രമായിരുന്നു. ഓർമ്മ ഉണ്ടോ? പത്രം എടുത്ത് കാക്കൂസ് പോകുന്ന പരിപാടി നമ്മളെ വ്യാപാര കാലഘട്ടങ്ങളിൽ. ഇപ്പൊ അത് മൊബൈലായി മാറിയെന്നുള്ളൂ. അപ്പൊ ഇനി ചെയ്യേണ്ടത്, ഇപ്പൊ രാവിലെ പല്ല് വെക്കുമല്ലോ, പല്ല് വെക്കുമ്പോ വെറുതെ ആലോചിച്ച് അരമണിക്കൂർ ഇരുന്ന് ഒരക്കാതെ നമ്മൾ തന്നെ നമ്മളോട് പറയാ, എന്ത് പല്ലേക്കാണ്, ഈ സൈഡ് തേച്ച് ഈ സൈഡ് തേച്ച് ഈ സൈഡ് തേച്ച് നമ്മൾ തന്നെ നമ്മളോട് ഉള്ളിൽ സംസാരിച്ച്, സെൽഫ് ടോക്ക് എന്ന് പറയല്ലോ, ഉള്ളിൽ സംസാരിച്ച് അവെയറായി കോൺഷ്യസ് ആയി പല്ലേക്ക്. എത്ര സമയം എടുക്കും പല്ലേക്കാൻ? 1 മിനിറ്റ് കൊണ്ട് നമുക്ക് പല്ലേച്ച് തീർക്കാം. ശ്രദ്ധ അല്ലാതെ പല്ലേക്കാണെങ്കിലോ നമ്മള് 10 മിനിറ്റോ 20 മിനിറ്റോ 30 മിനിറ്റോ തേച്ചാൽ ഒരു സൈഡല്ലേ തേച്ചിട്ടുണ്ടാവുള്ളൂ, മറ്റേ സൈഡ് തേച്ചില്ലല്ലോ. അതെ, നമ്മുടെ പ്രശ്നം എന്താണ്? ഏത് കാര്യം ചെയ്താലും അതുപോലെ തന്നെ അതിനൊരു അറ്റൻഷൻ ഇല്ലെങ്കിൽ ആ കാര്യം പൂർത്തിയാവില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇറച്ചിയും പൊറാട്ടയും കിട്ടിയായിരിക്കാം, നിങ്ങൾ മൊബൈലിൽ നോക്കിയാൽ ഇറച്ചിയും പൊറാട്ടയും തിന്നാ. അത് മൊബൈലിൽ ഇങ്ങനെ നോക്കും, എത്ര പൊറാട്ട നിന്നോ എത്ര ഇറച്ചി നിന്നോ ഒരു ഐഡിയും കിട്ടൂല. കുറച്ച് കഴിച്ചാൽ മതി, പക്ഷെ ഫുഡിന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതാ. അതിൽ ശ്രദ്ധിച്ച് ആ ചൂടുള്ള പൊറാട്ട ഇങ്ങനെ അടിച്ചു വന്ന പൊറാട്ട എടുത്തിട്ട് അതിന്റെ ഒരു നുള്ളെടുത്ത് നല്ല ചൂടുള്ള മൊരിഞ്ഞ പൊറാട്ട, എന്നിട്ട് ആ ബീഫിന്റെ ഒരു എന്താ പറയാ, ആ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് കറിവേപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വറുത്ത് ഇങ്ങനെ കരിച്ചെടുത്ത ആ ബീഫിന്റെ ഒരു കഷ്ണം കൊണ്ട് എടുത്തിട്ട് അതും കൊണ്ട് തൊള്ളയിൽ വെക്കുക. അവിടെ ഇങ്ങനെ തിന്നോക്കി ആ ചൂടുള്ള മൊരിഞ്ഞ പൊറാട്ട, ആ ബീഫിന്റെ പുളിയും ആ എരിവും ആ തേങ്ങാക്കൊത്തിന്റെ കടിയും ആ പൊറാട്ടയും അതിന്റെ കൂടെ കുറച്ച് മധുരമുള്ള പാൽച്ചായം കുടിച്ചു നോക്കാം. അപ്പൊ ആ പാൽച്ചായയും അതിന്റെ മധുരവും പൊറാട്ടയും കൂടി മിക്സായി ബീഫും അതിന്റെ എരിവും അതിന്റെ പുളിയും ആ ഉപ്പും ആ കുരുമുളകിന്റെ ടേസ്റ്റും ആ തേങ്ങാക്കൊത്തും അതിങ്ങനെ ചവച്ച് ചവച്ച് ആസ്വദിച്ച് തിന്നോക്കി. മറ്റേ മൊബൈലിൽ നോക്കി മുണുങ്ങണതും മൊബൈലിൽ നോക്കി മുണുങ്ങണതും ഇത് നമ്മൾ എത്ര മാറ്റണ്ട്. ഒന്ന്, ഇത് നമ്മള് കുറച്ചേ തിന്നുള്ളൂ, കാരണം നമ്മൾ ആസ്വദിച്ചെന്നാണ്. അപ്പൊ മറ്റേ നമ്മളിങ്ങനെ വാരി വലിച്ചെന്നാണ് കുറേ പൊറാട്ട ഒന്നും. പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നിട്ട് അവനോട് ചോദിക്കാണ്, അല്ല മോനെ ഇനി ചായ കുടിച്ചോന്ന് ചോദിക്കും. ചായ കുടിച്ച് എന്താ കഴിച്ചേ? എന്തായാലും ഞാൻ കഴിച്ചേ, ഞാൻ സെതലുവാക്കന്റെ കടയിൽ പോയിട്ട് എന്തോന്ന് കഴിച്ചത്. എന്താ കഴിച്ചത് നോർമലാണ്. 4 പൊറാട്ടയോ 2 ബീഫ് ഫ്രൈ തിന്നോന് എന്താ കഴിച്ചത് നോർമൽ, കാരണം മൊബൈലിലായിരുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങി വെറും ഒരു ഇറച്ചിയും പൊറാട്ടയും പോലും എൻജോയ് ചെയ്യാൻ അറിയാത്തവനാണ് ഈ മൊബൈല് ബാത്റൂമിൽ കൊണ്ടുപോകാന്. ഒരു വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല, ഓടിക്കാൻ കഴിയില്ല. പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ ഇതാക്കാൻ കഴിയില്ല. നമ്മൾ പെണ്ണുങ്ങളായിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. കാരണം ഓന്റെ ശ്രദ്ധയിൽ മൊത്തം എന്തായിരിക്കും, വേറെന്തോ കച്ചവടം, വേറെന്തോ പ്രോഗ്രാമിങ്. അതായത് ഓരോ പണിയിലും നമ്മൾ ശ്രദ്ധിച്ചാലേ ആ പണി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൃത്തിയായി ചെയ്യാം. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അടുത്ത 21 ദിവസത്തേക്ക് ശ്രദ്ധിച്ച് പല്ലേക്കാം, ബാത്റൂമിൽ പോകുമ്പോൾ ശ്രദ്ധിച്ച് ബാത്റൂം പോവാം, കുളിക്കുമ്പോൾ ശ്രദ്ധിച്ച് കുളിക്കാം, ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ പണിയൊന്നും എടുക്കരുത്, ഡ്രൈവിംഗ് മാത്രം ചെയ്യാം. രാവിലെ ഒന്നും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതും ബ്രീത്തിങ് എടുക്കുമ്പോൾ ശ്രദ്ധ എവിടെ വരണം, ശ്രദ്ധ ഫുള്ള് മെഡിറ്റേഷൻ ആയിട്ട് ബ്രീത്തിലേക്ക് കൊണ്ടുവരാം. ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാതെ ഇതിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ 21 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓനെ പിന്നെയും മീറ്റ് ചെയ്ത് എന്താ സ്ഥിതി. അപ്പം ഭാര്യ പറഞ്ഞു, ബാത്റൂമിൽ മൊബൈൽ കൊണ്ടുപോലും നിർത്തിക്ക് എന്ന് പറഞ്ഞു. ഭയങ്കര ചേഞ്ച്. അപ്പൊ പിന്നെ എന്നോട് എന്റെ മൂവ്മെന്റ്, ബവൽ മൂവ്മെന്റ് ഒക്കെ ശരിയായെന്ന് വെച്ചാൽ അത് ശരിയായി. ഇപ്പം നമ്മള് അപ്പം പറഞ്ഞേ, ഞാൻ പല ജാതി ട്രെയിനിങ്ങും കണ്ടിട്ടുണ്ട്.
പക്ഷെ തൂറാൻ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ആദ്യമായിട്ട് കാണുകയാണ്. അതുവരെ സിമ്പിൾ സംഭവമാണല്ലോ. പക്ഷെ ഓന്റെ ജീവിതത്തില് ഓന്റെ ഏറ്റവും വലിയ സംഭവമാണല്ലോ അത്. എന്ത് കുറെ കാലങ്ങളായിട്ട് ഓനുള്ള പ്രശ്നം, അതിന് ബാത്റൂം പോകും പക്ഷെ സാധനം വരൂല, വലിയ പ്രശ്നമുള്ളത്. അത് വലിയൊരു ഇഷ്യൂ ആണ്, ആളുകൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് മൈൻഡ്ഫുൾ അല്ലാഞ്ഞിട്ടാണ്, റിലാക്സ് ആവാഞ്ഞിട്ടാണ് ഇത് വരാത്തത്. പിന്നെ എപ്പോഴും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും ഇത് പോകാൻ മുട്ടും. ഇതിന്റെ രസം അതാണ്, പുറത്തിറങ്ങാ പോകാൻ തോന്നുക, പക്ഷെ ഉള്ളിലെത്തിയാല് പോകാണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ശ്രദ്ധ കൊടുക്കാഞ്ഞിട്ടാണ്, മൊബൈലും കൊണ്ട് പോയിട്ടാണ്. അപ്പൊ ഇത് ഓൻ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ഞാൻ ഒരു 21 ദിവസം കഴിഞ്ഞാൽ ഓക്കെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യും. 40 ഡേയ്സിന് വീണ്ടും വിളിച്ച്. അപ്പൊ 40 ഡേയ്സ് ആയപ്പോഴാണ് ഇവരെ കുടുംബബന്ധം പിന്നെ നന്നായത്. അതായത് മറ്റ് പ്രശ്നങ്ങൾ ഇതില്ലാതെ, മറ്റു മൂവികളോ അല്ലെങ്കിൽ മറ്റു ഉത്തേജനങ്ങൾ ആവശ്യമില്ലാതെ സ്വന്തം ഭാര്യ, അവിടെ മൈൻഡ്ഫുൾനെസ് കൊണ്ടെന്ന് പറഞ്ഞവന്, അതായത് ഇനി ഭാര്യനോടൊന്ന് സംസാരിക്കണം, മിണ്ടി പറയണം, ഓളൊന്ന് മണക്കണം, അങ്ങനെയുണ്ടല്ലോ. മറ്റത് അവളെ ആസ്വദിക്കണില്ലല്ലോ, അവളെ ചുംബിച്ചും അവളെ രുചിച്ചും അവളെ മണത്തും അവളിലായിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴല്ലേ അവളുടെ ഉത്തേജനം കിട്ടുള്ളൂ, അവളുടെ ഹരം കിട്ടുള്ളൂ. അങ്ങനെ ബേസിക്കലി മറ്റ് സഹായങ്ങളില്ലാതെ ഇറക്ഷൻ വരികയും ഭാര്യയെ ആസ്വദിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പയ്യൻ വന്നു. പക്ഷെ ആ ഭാര്യയായിട്ടുള്ള ബന്ധം മാത്രമല്ല, അവന്റെ ഓവറോൾ ജീവിതത്തിൽ എന്ത് വന്നിട്ടുണ്ട്, വലിയ അവന്റെ വർക്കില്, പെർഫോമൻസില്, പ്രോഗ്രാമിങ്ങില് ഭയങ്കര മാറ്റം. അപ്പൊ ഇപ്പോഴും ഞങ്ങളിപ്പോ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് 6 കൊല്ലത്തോളായി. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പാണ്. അപ്പൊ ഓൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ എപ്പോൾ കണ്ടാലും കെട്ടിപ്പിടിക്കും, ആരോടും പറയും എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഡോക്ടറാണ്. ഞങ്ങളെ ഏകദേശം വിവാഹ ജീവിതം ഡൈവേഴ്സ് ആവാനുള്ളൊരു ഘട്ടത്തിലായിരുന്നു. ഞാൻ തന്നെ ആകെ ഒരു എന്താ പറയുക ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ വലിയൊരു മാറ്റം ആകെ ഡോക്ടർ ചെയ്ത് തന്നെ ബാത്റൂം പോകാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട്. അപ്പൊ എപ്പോഴും ഞങ്ങൾ ഭയങ്കര ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ്. അങ്ങനെ ഒരുപാട് ആളുകൾ ലൈഫിൽ നമ്മളുണ്ടല്ലോ, ചെറിയ കാര്യങ്ങളായിരിക്കും. സിറാജ് ഭായ് പറഞ്ഞാൽ ലൈഫിൽ നമ്മളെ ലൈഫ് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ആനക്കാര്യം മാറ്റലല്ല, ചെറിയ പോയിന്റുകളായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അവിടെ ഒന്ന് വർക്ക് ചെയ്ത് കൊടുത്താൽ എന്താവും സംഗതി ലൈഫിൽ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരും. അപ്പൊ ഏതായാലും ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോകുക എന്നുള്ളൊരു ഹാബിറ്റ് ആർക്കുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ബേസിക്കലി ലോങ് ടേമിൽ വലിയ പരാജിതരാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരുപാട് കേസുകളുടെ അനുഭവത്തിൽ ഞാൻ പറയാണ്. ആ ഹാബിറ്റ് മാറ്റിയാൽ മാത്രം ഒരുപക്ഷെ നമ്മുടെ ലൈഫിന്റെ ഒരു വിജയത്തിന്റെ ഒരു യാത്ര തുടങ്ങുന്നു വേണമെങ്കിൽ ഉറപ്പിച്ചു പറയാം. കാരണം ഇത് പറയുക ഒരു ഗസ് അല്ല, നമ്മൾ കുറേ കേസുകൾ കാണുന്നതാണ്. ഒരു സീരിയസ് ഹെൽത്ത് കൺസേണും ആണ്, ഒരു സൈക്കോളജി കൺസേണും ആണ്, ഒരു ലൈഫിന്റെ പെർഫോമൻസ് കൺസേണും ആണ് എന്ത് ഈ ബാത്റൂമിലേക്ക് മൊബൈൽ കൊണ്ടുപോകാന്നുള്ളത്. ചെറിയ തമാശ അല്ല അത്, ആളുകൾ തമാശ ആയിരിക്കും, പക്ഷെ തമാശ അല്ല.